ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ് ഡോപ്പയിൽ നിന്നാണ്. 2021 നീറ്റിൻ്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ടിൻ്റെ ഒരു ഞെട്ടലിൽ നിന്നും, അങ്ങനെ തന്നെ പറയാല്ലേ, ഒരു ഞെട്ടലിൽ നിന്നും നമ്മൾ മോചിതരായി വരുന്നതേ ഉള്ളൂ. സോ ആ ഒരു സമയത്ത് കൃത്യമായി 2021 നീറ്റ് എക്സാം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ എക്സാമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പഠനത്തിന് നമ്മുടെ +1 സ്റ്റുഡൻസിനും +2 സ്റ്റുഡൻസിനും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും 2021 നീറ്റിൻ്റെ ഒരു അനാലിസിസ് കൃത്യമായി ഉപകരിക്കുന്നത് തന്നെയായിരിക്കും. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, 2021 നീറ്റ് എക്സാം എന്തായിരുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു സംഭവിച്ചു എന്നുള്ള കാര്യം നോക്കാം. വെൽക്കം ടു ദിസ് വീഡിയോ. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണേണ്ടതുണ്ട്, കാരണം ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ആദ്യം നമ്മൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ പലതരത്തിലുള്ള മിക്സഡ് റെസ്പോൺസുകളായിരുന്നു വന്നതല്ലേ. സോ എക്സാം കഴിഞ്ഞ ഉടനെ ഏറ്റവും ആദ്യം വിളിച്ച കുട്ടികൾ നമ്മളോട് പറഞ്ഞത് എക്സാം വാസ് വെരി സിമ്പിൾ, ഭയങ്കര സിമ്പിൾ പേപ്പറായിരുന്നു സാർ, ഒരുപാട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ്. ആൻഡ് അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് കൃത്യമായ ആൻസേഴ്സ് നോക്കുകയും നമ്മുടെ ലൈവ് സെഷനിൽ തന്നെ ഒരുപാട് കുട്ടികൾ അയ്യോ അത് തെറ്റിപ്പോയി, ഫിസിക്സ് ടഫായിരുന്നു, ചെയ്തെത്തിയിട്ടുണ്ടായിരുന്നില്ല, ബയോളജി എളുപ്പമായിരുന്നു എന്നാലും തെറ്റിപ്പോയി എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും റിലേറ്റീവ്ലി ടഫറാണ് എക്സാം എന്നുള്ളൊരു ഫീലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അങ്ങനെ റിലേറ്റീവ്ലി ടഫ് എക്സാം നമുക്കൊരു 580 മാർക്ക് അല്ലെങ്കിൽ 600 മാർക്ക് ഉണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് സീറ്റ് ഡെഫിനറ്റ്ലി കിട്ടും എന്നുള്ള നിലയിൽ അനാലിസിസ് റിപ്പോർട്ടുകൾ വന്നു. കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും അത് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം റിസൾട്ട് വന്ന സമയത്ത് ശരിക്കും ഇറ്റ് വാസ് എ ജോ ഡ്രോപ്പർ, റൈറ്റ്? ഞെട്ടിപ്പോയി. കാരണം ഇത്രയധികം കുട്ടികൾക്ക് എങ്ങനെ ഇത്രയധികം ഹൈ മാർക്ക് വന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 720 മാർക്ക് തന്നെയുള്ള കുട്ടികൾക്ക് 3 പേരാണുള്ളത്. 720 മാർക്കുള്ള 3 കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 700-ന് മുകളിലേക്ക് മാർക്കുള്ള കുട്ടികളുടെ എണ്ണം 120ഓളം പേരാണ്. ആൻഡ് 690-ന് മുകളിൽ മാർക്കുള്ള കുട്ടികളുടെ എണ്ണം 500 പേരാണ്. 680-ന് മുകളിൽ 1000ഓളം കുട്ടികളുണ്ട്. സോ അത്തരത്തിൽ വളരെയധികം ക്ലോസ്ലി പാക്ഡ് ആയിട്ട് വളരെയധികം കുട്ടികൾ ഹൈ മാർക്ക് വാങ്ങിയിട്ട് നമ്മളെ ഞെട്ടിച്ച വർഷമായിരുന്നു ഈ വർഷം. സോ നമുക്കറിയണ്ടേ എന്തായിരുന്നു സംഭവിച്ചത്, വാട്ട് വാസ് ഹാപ്പനിങ് ടു യു പീപ്പിൾ? ഡെഫിനറ്റ്ലി അല്ലേ, ഒരുപാട് കുട്ടികളുണ്ട് സ്ഥിരമായി 600-ന് മുകളിൽ 700-ന് മുകളിൽ മാർക്ക് മേടിച്ചുകൊണ്ടിരുന്ന എക്സാം കഴിഞ്ഞപ്പോൾ നേരെ 350, 400, 500, 550 അല്ലെങ്കിൽ 600 ഒക്കെ എത്തിപ്പോവുകയും സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാതെ കഷ്ടതയിലാവുകയും ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാവർക്കും അറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്. സോ സിമ്പിളായിട്ട് ഒരു അനാലിസിസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. 2 ടൈപ്പായിട്ട് നമുക്ക് സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്യാം. വൺ വാസ് ദ ഫോക്കസ് സ്റ്റുഡൻസ്, വെരി ഫോക്കസ്ഡ്, കറക്റ്റായിട്ട് എവിടെയാണ് നോക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായ ഐഡിയ ഉണ്ടായിരുന്ന ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. രണ്ടാമത്തെ സ്റ്റുഡൻസ് അത്ര ഫോക്കസ്ഡ് അല്ലാത്ത സ്റ്റുഡൻസ്. അങ്ങനെ 2 കാറ്റഗറി സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസുകൾ അവർക്ക് വന്നിട്ടുള്ള കോവിഡ്, ലോക്ക്ഡൗൺ, ഓൺലൈൻ ക്ലാസ്സുകൾ, അങ്ങനെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച് കൃത്യമായ രീതിയിൽ വീടുകളിലിരുന്ന് പഠിച്ചു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 720 മാർക്കുള്ള കുട്ടികൾ അല്ലെങ്കിൽ 700-ന് മുകളിലുള്ള മാർക്കുള്ള കുട്ടികളുടെ എണ്ണം അത്രയധികം വർദ്ധിച്ചു. ഈവൻ ദോ എക്സാം റിലേറ്റീവ്ലി ടഫായിരുന്നിട്ട് കൂടി അത്രയധികം കുട്ടികൾക്ക് അതിൽ കൂടുതൽ മാർക്ക് കിട്ടി എന്ന് പറയുന്നത് തന്നെ ഇത്രയധികം കുട്ടികൾ വളരെ വ്യക്തമായി, വളരെ ശക്തമായി അല്ലെങ്കിൽ വളരെ കഠിനാധ്വാനം ചെയ്ത് വീട്ടിലിരുന്ന് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ആൻഡ് കുറച്ച് ഫോക്കസ്ഡ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് എക്സാമുകൾ നടത്തുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടുകയും ഞങ്ങളൊക്കെ ഓക്കെയാണ്, കിട്ടും, വലിയ പ്രശ്നമില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്ന കുട്ടികൾ അവർ ആ ഒരു നിലയിലിരിക്കുകയും മറ്റു കുട്ടികൾ നമ്മുടെ കൂടെ അല്ലാതെ വീടുകളിലിരുന്ന് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ആ കുട്ടികൾക്ക് ഒരു സ്യൂഡോ കോൺഫിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് റിസൾട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും അത്ര ഫോക്കസ്ഡ് ആയിട്ട് അല്ലായിരുന്ന ആർക്കും ശരിക്കും പ്രോപ്പർലി ഒരു നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്കോ തന്നെ സീറ്റ് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾക്ക് ശരിക്കും ചിന്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നീറ്റിൻ്റെ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജീസ് അടുത്ത വർഷത്തെ 2022 നീറ്റിലേക്ക് അല്ലെങ്കിൽ 2023 നീറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജീസ് കഴിഞ്ഞ 2021 നീറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ എന്തായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സ്റ്റഡി സ്ട്രാറ്റജി? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും മാറരുത്. നീറ്റ് 2021 കിട്ടുന്നത് വരേക്കും ഞാൻ വിശ്രമിക്കില്ല, കിട്ടിയിട്ടേ ഞാൻ വിശ്രമിക്കൂ എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത എല്ലാവർക്കും ഇത്തവണത്തെ നീറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി 2021 നീറ്റ് കിട്ടി, ഞാൻ സേഫ് സോണിലാണ് എന്ന് മനസ്സിൽ വിചാരിച്ച ആളുകൾക്ക് മാത്രമാണ് അത് നഷ്ടമായിട്ടുള്ളത്. സോ സ്റ്റഡി സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നിങ്ങൾ
യു ഷുഡ് ബി വെരി ഫോക്കസ്ഡ്. നിങ്ങൾ കൃത്യമായിട്ട് നീറ്റ് എക്സാമിലേക്ക് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഓരോ നിമിഷം പോലും കളയാത്ത രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ഫാക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഓൺലൈൻ പഠന സാധ്യതകളാണ്. ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് മീഡിയംസ് ഓഫ് ഓൺലൈൻ സാധ്യതകളുണ്ട്. ഡോപ്പ അടക്കമുള്ള ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഓൺലൈൻ കോച്ചിങ് ആപ്പുകൾ സാധനങ്ങൾ വരുന്നുണ്ട്. സോ ഇതെല്ലാം പോരാ, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ പഴയ രീതിയിൽ കൺവെൻഷനലായിട്ടുള്ള സിസ്റ്റം മാത്രമേ മതിയാവുള്ളൂ, അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നീറ്റ് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ വാശി പിടിച്ചിരുന്ന ഒരു സംഘം ആളുകൾ, ആ സംഘം ആളുകൾക്ക് തീർച്ചയായിട്ടും പതനം സംഭവിച്ചിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് വരാനുള്ളത് ഓൺലൈൻ്റെ യുഗമാണ്. തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ അതിലേക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഓൺലൈനിൽ പഠിച്ചാലും ഓഫ്ലൈനിൽ പഠിച്ചാലും പഠിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന്. ആൻഡ് അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഓൺലൈനിലുള്ള മുഴുവൻ സപ്പോർട്ടും തരാൻ വേണ്ടിയിട്ടാണ് ഡോപ്പ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി പ്ലാനുകൾ, വീക്ക്ലി പ്ലാനുകൾ, മന്ത്ലി പ്ലാനുകൾ, ഇയർലി പ്ലാനുകൾ എല്ലാം തയ്യാറാക്കി കൃത്യമായി നിങ്ങൾ 4, 5, 6 തവണ റിവൈസ് ചെയ്യുന്ന ഉറപ്പാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസും ലൈവ് സെഷൻസും നേരിട്ടുള്ള ഫേസ് ടു ഫേസ് ക്ലാസ്സുകളും അടക്കം തയ്യാറാക്കി ഓരോ ആഴ്ചയിലും 2 എക്സാമുകൾ വീതം വെച്ച് ഓരോ ദിവസവും ഓരോരോ എക്സാമുകൾ വീതം വെച്ച് നിങ്ങളുടെ എക്സാം ഫിയറിനെയും നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലിനെയും എല്ലാത്തിനെയും ബൂസ്റ്റ് ചെയ്ത് നിങ്ങളെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നീറ്റ് 2022 എത്തിക്കാൻ ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയുന്നത് തന്നെയായിരിക്കും. ആൻഡ് ഇതുപോലെ തന്നെയാണ് 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്കും ഇത്തവണത്തെ റിസൾട്ടുകൾ, എസ്പെഷ്യലി ഡോപ്പയുടെ റിസൾട്ടുകൾ അടക്കം നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ടോപ്പേഴ്സായി വന്നിരിക്കുന്നതിൽ അധിക പേരും +1 +2 കഴിഞ്ഞ ഡയറക്റ്റ്ലി വന്ന കുട്ടികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ നിങ്ങളുടെ +1 അല്ലെങ്കിൽ +2 എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസിലേക്ക് പോകാൻ 4, 5 മാസം അധികം കിട്ടുന്നുണ്ട്. സോ സ്കൂൾ സമയത്ത് തന്നെ കൃത്യമായി പഠിച്ച് കൃത്യമായ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4, 5 മാസ സമയം കൃത്യമായി ഒരു മിനി റിപ്പീറ്റ്, അല്ലെങ്കിൽ മിനി എന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റ് എന്ന നിലയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശക്തമായി റിവൈസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എൻട്രൻസിലേക്ക് പോകാനും ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളുടെ തന്നെ കുട്ടികളായിട്ടുള്ള അനാമിക, ഫൈസ യൂനുസ്, അജ്മൽ റോഷൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കുട്ടികൾ +1 +2 കൂടെ, അതിൽ അജ്മൽ റോഷൻ, അവരോടൊക്കെ ചോദിച്ചാൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, സാർ ഞങ്ങൾ കൃത്യമായി പഠിച്ചിരുന്നില്ല, എന്നാലും ബേസ് സ്ട്രോങ് ആയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം വൃത്തിയായി റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ അത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് കുട്ടികൾ വളരെ ശക്തമായി വളരെ കൃത്യമായി നിങ്ങളോട് പറയുന്നു. സോ അതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളോട് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ +1 കൂടെ +2 കൂടെ കൃത്യമായി ചിട്ടയായി കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും നിങ്ങൾക്കൊരു റിപ്പീറ്ററിനോട് കിടപിടിക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുമുള്ള സമയം വെയിറ്റിംഗ് ആണ്. സോ അത്രയധികം സമയത്ത് നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ആൻഡ് അതാണ് ഏറ്റവും ഐഡിയൽ മെത്തേഡ്. നമ്മൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഐഡിയൽ. അല്ലാതെ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമതൊരു വർഷം കൂടി എടുത്ത് ചെയ്യുക എന്നുള്ളത് അത്ര ഐഡിയൽ കാര്യമല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേരുണ്ട്, ഞാൻ പറഞ്ഞു ഐഡിയലായിട്ട് നമ്മൾ ഫസ്റ്റ് ചാൻസിലാണ് എടുക്കേണ്ടത്, പക്ഷേ നിർഭാഗ്യവശാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കാരണം നിങ്ങൾ ഒരു വർഷം ഡ്രോപ്പ് ചെയ്ത് മറ്റൊരു കാര്യത്തിനും പോകാതെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളാണ്. റിപ്പീറ്റേഴ്സിനോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ അവസാനത്തെ ചാൻസാണ്. റിപ്പീറ്റെന്നോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ളൊരു വർഷം എന്നോ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഓപ്ഷനുകളുമില്ല. സോ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ശക്തമായ മാനസികമായ പിന്തുണയാണ്. ഓരോരുത്തരും എൻട്രൻസ് എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്ന് ഹൈ റാങ്കിലേക്ക് എത്താൻ കൃത്യമായ സമയങ്ങൾ എടുക്കുന്നുണ്ടാവും. ഓരോരുത്തർക്കും അത് ഡിഫറൻ്റ് ആണ്. ചില ആളുകൾ 1 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി നല്ല ഹൈ റാങ്കിലേക്ക് ടോപ്പ് മാർക്കിലേക്ക് എത്തുമ്പോൾ ചില ആളുകൾക്ക് 4, 5, 6 മാസം എടുത്തിട്ടാണ് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കാറ്. സോ അത്തരം സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു മാനസിക പിന്തുണയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. സോ അത് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കൃത്യമായ ക്ലാസ്സുകൾ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, കൃത്യമായ എക്സാമുകൾ, എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ പഠിക്കുന്ന റിപ്പീറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തൊട്ട് മുന്നിൽ വരാൻ പോകുന്ന എക്സാമിനെ പറ്റിയിട്ടായിരിക്കണം. നേരെ മുന്നിൽ, അതായത് നിങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച ഒരു പരീക്ഷ വരുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഒരു പരീക്ഷ വരുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിൽ കാണുന്ന പരീക്ഷ, അതിന് ഏത് ചാപ്റ്ററാണോ പഠിക്കാനുള്ളത് ആ ചാപ്റ്റർ പഠിക്കുക.
അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ എക്സാമിന് നീറ്റ് എക്സാമിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടി പോയിട്ട് എക്സാം എഴുതുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഓരോ തിങ്കളാഴ്ചകളും ഓരോ വെള്ളിയാഴ്ചകളും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഹാർഡായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വർഷത്തിന്, നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ തന്നെ ഒരു വില കൽപ്പിക്കുക, മുന്നോട്ട് വരിക. ഫസ്റ്റ് ചാൻസിൽ കുട്ടികളിൽ നിന്ന് നിങ്ങൾ വലിയ വെല്ലുവിളികളാണ് ഇക്കൊല്ലം നേരിടാൻ പോകുന്നത്. സോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങളുടെ എബിലിറ്റി, നിങ്ങളുടെ കാലിബർ, നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു വർഷം നമ്മൾ ചിലവാക്കുന്നതിൽ നമ്മൾക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുമെന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റിപ്പീറ്റേഴ്സ് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. ആൻഡ് ഓൾറെഡി പറഞ്ഞിരുന്നു, ഡോപ്പയ്ക്ക് ഇതിനെല്ലാം വ്യക്തമായ പ്ലാനുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ +1 +2 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും ഞങ്ങളുടെ കയ്യിൽ കൃത്യമായി അവൈലബിൾ ഉണ്ട്. എല്ലാവരുടെയും അക്കാഡമിക്സ് കൃത്യമായി ഷെഡ്യൂൾഡ് ആണ്. എപ്പോൾ നടക്കണം, എങ്ങനെ നടക്കണം, എക്സാമുകളുടെ പാറ്റേൺ എങ്ങനെയാവണം, നിങ്ങളുടെ ഓരോരുത്തരും അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് ഡോപ്പയുടെ ഫാക്കൽറ്റീസ്, ഡോപ്പയിലെ ഡോക്ടർമാർ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, +1 കുട്ടിക്കും +2 കുട്ടിക്കും റിപ്പീറ്റേഴ്സിനുമുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടർ ആവാനാണ് അല്ലെങ്കിൽ നീറ്റ് എൻട്രൻസ് ക്രാക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ധൈര്യമായി ഡോപ്പയിലേക്ക് വരിക. ആൻഡ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയാണ്, കയ്യിലൊരു സ്റ്റെതസ്കോപ്പുമായി ഞങ്ങൾ നീറ്റ് എക്സാമിൽ മുന്നേ ക്രാക്ക് ചെയ്ത ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വി ഓൾ ആർ വിത്ത് യു ആൻഡ് വെൽക്കം ടു ഡോപ്പ. അടിപൊളിയായി പഠിക്കാം, ധൈര്യമായി ഡോപ്പയിലേക്ക് വരും.